നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ബിഗ് 5 ഫാക്ടർ എന്ന പേഴ്സണാലിറ്റിയിലെ ഒരു ഭാഗമാണ് നോക്കാനായിട്ട് പോകുന്നത്. ഇപ്പോൾ ഇഗ്നോയിൽ MA സൈക്കോളജി പഠിക്കുന്ന ഫസ്റ്റ് ഇയർ സ്റ്റുഡൻസിന് പഠിക്കാനുള്ള ഒരു ടോപ്പിക്കാണ് ബിഗ് 5 ഫാക്ടർ. നമ്മൾ വിവിധ തരത്തിലുള്ള പേഴ്സണാലിറ്റി തിയറികൾ ഇതിനകത്ത് പഠിക്കുന്നുണ്ട്. ഇപ്പം കാറ്റലിൻ്റെ ഉണ്ട്, ആൾപോർട്ടിൻ്റെ ഉണ്ട്, ഐസങ്ങിൻ്റെ ഉണ്ട്. അങ്ങനെ വിവിധ തരങ്ങളിലായിട്ടുള്ള പേഴ്സണാലിറ്റി തിയറികൾ പഠിക്കുന്നുണ്ട്. ആ കൂട്ടത്തിൽ തന്നെ പഠിക്കാനുള്ള ഒന്നാണ് ഈ ബിഗ് 5 ഫാക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെ മറ്റൊരു പേരിലും കൂടെ അറിയപ്പെടുന്നുണ്ട്, 5 ഫാക്ടർ മോഡൽ എന്നാണ് അറിയപ്പെടുന്നത്. ഈ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ വലിയ 5 ഫാക്ടറുകളെ പറ്റിയാണ്, ആ ഫാക്ടറുകൾ ഉപയോഗിച്ചുകൊണ്ട് മനുഷ്യൻ്റെ പേഴ്സണാലിറ്റിയെ നിർവചിക്കാനായിട്ടും അല്ലെങ്കിൽ മനസ്സിലാക്കാനായിട്ടാണ് ബിഗ് 5 ഫാക്ടേഴ്സ് ശ്രമിക്കുന്നത്. ഇപ്പോൾ നമുക്ക് ഓരോന്നും ഇതിൻ്റെ കുറേയധികം ഫീച്ചേഴ്സ് പറയുന്നുണ്ട്. ആ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് ഫസ്റ്റ് നോക്കാം. പിന്നെ മാത്രമല്ല, നമ്മൾ ഇതിനകത്ത് 5 ഫാക്ടേഴ്സിനെ സംബന്ധിച്ച് നോക്കുന്നുണ്ട്. ഇപ്പം എക്സ്ട്രാവേർഷൻ, ന്യൂറോട്ടിസം, കൺസെൻറ്റേനിയസ്, പിന്നെ ഓപ്പൺനെസ്, അങ്ങനെയുള്ള അഗ്രിയബിൾനെസ്, അങ്ങനെയുള്ള നമ്മൾ 5 ഫാക്ടേഴ്സിനെ സംബന്ധിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഇതിനകത്ത് നോക്കാനായിട്ട് പോകുന്നത് ഈ പേഴ്സണാലിറ്റി ബിഗ് 5 ഫാക്ടേഴ്സിനെ ഉപയോഗിച്ചുകൊണ്ട് ചില ടൂൾസുകൾ അല്ലെങ്കിൽ ചില ഇൻവെൻറ്ററീസ്, സ്കെയിലുകൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അതിനെപ്പറ്റി നമ്മൾ നോക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇതിനകത്ത് നോക്കുന്നത്. മറ്റൊരു കാര്യം കൂടെ എന്ന് പറഞ്ഞാൽ, ഈ ഒരു പേഴ്സണാലിറ്റി മോഡൽ ഡെവലപ്പ് ചെയ്ത് വരുന്നതിനായിട്ട് പിന്നിൽ ഒരുപാട് ആളുകളുടെ റിസർച്ചുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിനെപ്പറ്റി നമ്മൾ ഷോർട്ടായിട്ട് നോക്കുന്നുണ്ട്. ഓക്കെ, നമ്മുടെ ഇഗ്നോയുടെ ടെസ്റ്റിനകത്ത് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ പല ഭാഗങ്ങളിലായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പം ഒന്നാമത് കൊടുത്തിരിക്കുന്നത് നമുക്കറിയാം, ഈ തുടക്കത്തിൽ തന്നെ ആദ്യത്തെ ഒന്നാമത്തെ ബ്ലോക്കിനകത്ത് തന്നെ ഈ പറയുന്ന ബിഗ് 5 ഫാക്ടേഴ്സിനെ പറ്റി ചെറുതായിട്ടൊന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട്. പിന്നീട് അവസാനം വരുമ്പം ഈ ബിഗ് 5 ഫാക്ടർ എന്ന് പറയുന്ന ഒരു യൂണിറ്റ് തന്നെ നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടും കൂടെ ക്ലബ് ചെയ്തിട്ട് ആണ് ഞാനിവിടെ ഈ ബിഗ് 5 ഫാക്ടേഴ്സിനെ പറ്റിയുള്ള അവതരണം നടത്തുന്നത്. ഓക്കെ, നമുക്ക് ബിഗ് 5 ഫാക്ടേഴ്സിൻ്റെ ഫീച്ചേഴ്സിലേക്ക് പോകാം. ഓക്കെ, ഒന്നെന്ന് പറയുമ്പോൾ 5 ഫാക്ടർ ആർ ബ്രോഡ് പേഴ്സണാലിറ്റി ഫാക്ടേഴ്സ്. അതായത് ഇതൊരു ബ്രോഡായിട്ടുള്ള പേഴ്സണാലിറ്റി ഫാക്ടറാണ്. പലതരത്തിലുള്ള ഫാക്ടേഴ്സ് നമുക്കറിയുമ്പോൾ ടൈപ്പുകളുണ്ട്, അല്ലെങ്കിൽ ട്രേറ്റുകളുണ്ട്, ബിഹേവിയറുണ്ട്, ഹാബിറ്റുകളുണ്ട്. അപ്പോൾ അങ്ങനെ വിവിധങ്ങളായിട്ടുള്ള നമ്മൾ ഫാക്ടേഴ്സ് ഉണ്ട്. ഇതൊക്കെ വെച്ച് നമ്മുടെ മനുഷ്യൻ്റെ പേഴ്സണാലിറ്റിയെ മനസ്സിലാക്കാൻ വേണ്ടിയുള്ള വിവിധ തിയറികൾ, ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. അപ്പോൾ അതിലൊക്കെ വെച്ച് നോക്കുമ്പം ഈ ഒരു ഡയമെൻഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്, 5 ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് വളരെ ബ്രോഡായിട്ടുള്ള ഒരു 5 ഫാക്ടേഴ്സുകളാണ്. ഇനി ഇത് പറയാം, ഇറ്റ് കമ്പോസ്ഡ് ഓഫ് കൺസ്റ്റലേഷൻ ഓഫ് ട്രേറ്റ്സ്. അതായത് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് വിവിധങ്ങളായിട്ടുള്ള ട്രേറ്റുകൾ ഉള്ള ഒരു പ്രത്യേക തരത്തിലുള്ള കൺസോൾട്ടേഷനിലൂടെയാണ്, അല്ലെങ്കിൽ കൂടിച്ചേരലിലൂടെയാണ് ഓരോ ഡയമെൻഷൻസ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത്. ഓക്കെ, ട്രേറ്റ് എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇനി ആർക്കെങ്കിലും അറിയാൻ മേലാത്തതുണ്ടെങ്കിൽ ഞാനത് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ട്രേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബിൽഡ് ബ്ലോക്സ് ഓഫ് പേഴ്സണാലിറ്റി എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ പേഴ്സണാലിറ്റീനെ ഒരു വലിയ വീടായിട്ട് സങ്കല്പിക്കുകയാണെങ്കിൽ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ് ബ്രിക്സ് എന്ന് പറയുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട യൂണിറ്റാണ് ബ്രിക്സ് എന്ന് പറയുന്നത്. ആ ബ്രിക്സ് എന്ന പോലെ തന്നെയാണ് ഈ ട്രേറ്റും ഫങ്ഷൻ ചെയ്യുന്നത്. ഈ ട്രേറ്റുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് പേഴ്സണാലിറ്റി ഉണ്ടാക്കുന്നത് എന്ന് നമുക്ക് സിംപ്ലി മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പോൾ ട്രേറ്റ് എന്താണ്? ട്രേറ്റ് എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ അബ്സ്ട്രാക്റ്റ് ആയിട്ട് നിൽക്കുന്ന കാര്യമാണ്. പക്ഷേ നമുക്കത് എംപിരിക്കലി നമുക്കത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും, വളരെ എക്സ്പീരിയൻസിലൂടെ. എംപിരിക്കലി എന്ന് പറഞ്ഞാൽ എക്സ്പീരിയൻസിലൂടെ നമുക്കത് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഇപ്പോൾ ഒരു ഉദാഹരണം വെച്ച് തന്നെ പറയാം. ഇപ്പം ഒരാൾ നമ്മുടെ കൂടെ ജോലി ചെയ്യുന്ന ഒരാളാണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ നമ്മുടെ ക്ലാസ്സിലിരുന്ന് പഠിക്കുന്ന ഒരാളെന്ന് വിചാരിക്കാം. അയാൾ അങ്ങനെ ആളുകളായിട്ടൊന്നും മിണ്ടത്തൊന്നുമില്ല. നമ്മളിപ്പോൾ സംസാരിക്കാൻ ചെന്നാൽ തന്നെ അയാൾ വളരെ മുഖത്ത് നോക്കാതൊക്കെയാണ് സംസാരിക്കുക. അയാളോട് ഒരു കാര്യം ചോദിച്ചാൽ പോലും ചിലപ്പോൾ അയാൾ ഉത്തരം പറയത്തില്ല. അയാൾക്ക് എങ്ങനെ വലിയ ഫ്രണ്ട്സ് ഒന്നുമില്ല. അയാൾ ഇച്ചിരി വിഡ്രോ ചെയ്തായിരിക്കും നടക്കുന്നത്.
ഇപ്പോൾ ആരോടെങ്കിലും എന്തെങ്കിലും കാര്യങ്ങൾ ചോദിക്കാനാണ് ആൾക്ക് ഭയങ്കര മടിയാണ്. ക്ലാസ്സിലൊക്കെയാണ് ചോദ്യം ചോദിച്ചാലും അയാൾ എഴുന്നേറ്റ് നിൽക്കാനോ അല്ലെങ്കിൽ അതിന് മറുപടി പറയാനൊന്നും നിൽക്കാറില്ല. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കുറേയധികം ബിഹേവിയർ നമ്മൾ ഒബ്സർവ് ചെയ്യുകയാണ്. ആ ഒബ്സർവേഷനിലൂടെ നമുക്ക് മനസ്സിലാക്കാം അയാൾക്ക് ഷൈനസ് എന്ന് പറയുന്ന ട്രേറ്റ് ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, അപ്പം ഇതാണ് ട്രേറ്റ് എന്ന് പറയുന്നത്. ഇനി അടുത്ത ഫീച്ചേഴ്സിലേക്ക് പോകാം. ഇറ്റ് ഈസ് ഡയമെൻഷൻ നോട്ട് ടൈപ്പ്. അതായത് ടൈപ്പും ഡയമെൻഷനും സെപ്പറേറ്റ് ആണ്. ഇപ്പം നമുക്കറിയാം ട്രേറ്റ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. പിന്നെ വേറെ ചില സൈക്കോളജിക്കൽ അല്ലെങ്കിൽ പേഴ്സണാലിറ്റി തിയറീസ് ടൈപ്പ് തിയറികളായിട്ട് വരുന്നുണ്ട്. ഇപ്പം പണ്ടുണ്ടായിരുന്ന 2 ടൈപ്പ് തിയറികളുണ്ട്. ഇപ്പം ഷെൽഡൻ്റെ തിയറി ഉണ്ട്, അല്ലെങ്കിൽ ഹിപ്പോക്രാറ്റ്സിൻ്റെ തിയറി ഉണ്ട്. ഇപ്പം ആധുനിക കാലത്താണെങ്കിൽ ഇദ്ദേഹത്തിന് നമ്മുടെ യുങ്ങിൻ്റെ തിയറി ഉണ്ട്. അപ്പം അങ്ങനെയൊക്കെയുള്ള വിവിധങ്ങളായിട്ടുള്ള ടൈപ്പ് തിയറികൾ ഉണ്ട്. ഇപ്പോഴും നമ്മൾ ചില ടൈപ്പ് തിയറികൾ ഉപയോഗിക്കുന്നുണ്ട്. എന്നാൽ ഈ പറയുന്ന ബിഗ് 5 ഫാക്ടർ എന്ന് പറയുന്നത് അതൊരിക്കലും ടൈപ്പ് അല്ല. ടൈപ്പ് എന്താണ്? ടൈപ്പ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അത് ഒരു പ്രീ ഡിറ്റർമൈൻഡ് ആയിട്ടുള്ള കാറ്റഗറിയാണ് ടൈപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ എന്തെങ്കിലും ഒരു മാനദണ്ഡത്തിനനുസരിച്ച് നമ്മൾ ഓൾറെഡി തന്നെ നമ്മളൊരു കാറ്റഗറി ഉണ്ടാക്കിയിരിക്കും. ഈ കാറ്റഗറിയിലേക്കായിരിക്കും നമ്മൾ ആളുകളെ ഉൾക്കൊള്ളിക്കുന്നത്. ഓക്കെ, അപ്പം ഈ ടൈപ്പ് ഇങ്ങനെ ആയതുകൊണ്ട് തന്നെ, പ്രീ ഡിറ്റർമൈൻഡ് ആയതുകൊണ്ട് തന്നെ അത് ഡിസ്കണ്ടിന്യൂസ് ആണ്. അതായത് ഒരു ടൈപ്പിൽ പെടുന്ന ആളുകളുടെ സ്വഭാവമായിരിക്കത്തില്ല വേറെ ടൈപ്പിൽ വരുന്ന ആളുകളുടെ സ്വഭാവം എന്ന് പറയുന്നത്. അവ തമ്മിലൊരു ഈ ആളുകളുടെ സ്വഭാവങ്ങൾ തമ്മിൽ അല്ലെങ്കിൽ ആൾക്കുള്ള ഫാക്ടേഴ്സൊക്കെ തന്നെ വെവ്വേറെയായിട്ട് നിൽക്കുന്ന കാര്യങ്ങളാണ്. എന്നാൽ ഡയമെൻഷൻ അങ്ങനെയല്ല. ഡയമെൻഷൻ എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി തന്നെ പറഞ്ഞ കാര്യമാണ്. ട്രേറ്റുകൾ കൂടി ചേർന്നുകൊണ്ടാണ് ഡയമെൻഷൻസ് രൂപീകരിക്കുന്നത്. ആയതിനാൽ തന്നെ ഇതൊരു കണ്ടിന്യൂസ് ആയിട്ടാണ് ഇത് നിൽക്കുന്നത്. എന്ന് പറഞ്ഞാൽ എക്സ്ട്രീം ആയിട്ട് നിൽക്കുന്നില്ല, എക്സ്ട്രീം വാല്യൂസ് ഇല്ല. എല്ലാവരും ഏതെങ്കിലും ഒരു ഡയമെൻഷൻസ് എല്ലാവരിലും ഉണ്ടായിരിക്കും. പക്ഷേ അതിനകത്ത് അത് നിർവചിക്കുന്നത് അതിനെ ഡിറ്റർമൈൻ ചെയ്യുന്ന ഫാക്ടർ എന്ന് പറയുന്നത് അയാളുടെ ഉള്ളിലുള്ള ട്രേറ്റ് ആണ്. അപ്പോൾ അതൊരു കണ്ടിന്യൂസ് ആയിട്ട് കിടക്കുന്ന കാര്യമാണ്. അതിൻ്റെ ഓരോ ട്രേറ്റിന് കിട്ടുന്ന വാല്യൂ അനുസരിച്ചാണ് ഓരോ ആൾക്കാരിലും എത്രത്തോളം ഓപ്പൺനെസ് ഉണ്ട്, എത്രത്തോളം എഗ്രിയബിൾനെസ് ഉണ്ട്, എത്രത്തോളം എക്സ്ട്രോവേർഷൻ ഉണ്ട് എന്നൊക്കെ നമ്മൾ ഡിറ്റർമൈൻ ചെയ്യുന്നത്. പക്ഷേ ടൈപ്പ് എങ്ങനെയാണ്? ടൈപ്പ് എന്ന് പറഞ്ഞാൽ ഓക്കെ ഇന്നയാൾ ഇന്ന ടൈപ്പ് എന്ന് നമ്മൾ പറയത്തുള്ളൂ. ഓക്കെ, ആ കോമ്പിനേഷൻ മാത്രമേ ഉള്ളൂ. പക്ഷേ ഈ ഒരു 5 ഫാക്ടേഴ്സ് എല്ലാവരിലും ഉണ്ട്. പക്ഷേ അതിനകത്ത് ഏറ്റക്കുറച്ചിലുണ്ട്. അതുകൊണ്ടാണ് നമ്മളിതിനെ ഡയമെൻഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയി കാണും എന്ന് വിശ്വസിക്കുന്നു. ഇനി അടുത്തതിലേക്ക് പോകാം. ദീസ് ഫാക്ടേഴ്സ് ആർ സ്റ്റേബിൾ അപ് ടു ഏജ് ഓഫ് 45. അതായത് നമ്മുടെ ഈ വരുന്ന ഡയമെൻഷൻ എന്ന് പറയുന്നത് കമ്പാരിറ്റീവ്ലി സ്റ്റേബിളായിട്ട് നിൽക്കുന്ന കാര്യമാണ്. ഇപ്പം നിങ്ങൾക്കൊരു സംശയം ഉണ്ടാവും, ഇപ്പം ട്രേറ്റിൻ്റെ തിയറി ഉണ്ട്, ടൈപ്പ് തിയറികളുണ്ട്, പിന്നെ അതൊക്കെ പോരാഞ്ഞിട്ട് എന്തിനാണ് ഈ ഒരു ഡയമെൻഷൻ എന്ന് പറയുന്ന ഒരു സാധനം കൂടെ കൊണ്ടുവന്നിരിക്കുന്നതെന്ന് നമുക്ക് പലപ്പോഴും തോന്നിയേക്കാം. ഇങ്ങനെ വരാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ട്രേറ്റ് നമുക്ക് അതിൻ്റെ കൺസിസ്റ്റൻസി അല്ലെങ്കിൽ അതിൻ്റെ ഒരു സ്റ്റെബിലിറ്റി സ്റ്റേബിളായിട്ട് നിൽക്കുന്ന ഒരു സംഗതി ട്രേറ്റിന് കുറവാണ്. ആ ട്രേറ്റിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ തന്നെ ഈ ഡയമെൻഷനാണ് കുറേ കാലത്തേക്ക് സ്റ്റേബിളായിട്ട് നിൽക്കുന്നത്. അപ്പോൾ പല റിസർച്ചുകളും പറയുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ 30 to 45 ഇയേഴ്സ് വരെ ഇതിങ്ങനെ സ്റ്റേബിളായിട്ട് തന്നെ നിൽക്കുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഓക്കെ, പിന്നെ ഇതിൻ്റെ അടുത്ത ഒരു ഫീച്ചർ എന്ന് പറയുന്നത് നമ്മുടെ ഈ ഡയമെൻഷനെ ഡിറ്റർമൈൻ ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് ഹെറിഡിറ്ററിയാണ്. അതായത് നമ്മുടെ ഈ ട്രേറ്റ് അതിനെ നിർവചിക്കുന്നത് അത് എത്രത്തോളം ഉണ്ടാവണം, നമ്മുടെ ഈ ഡയമെൻഷൻ നമുക്ക് എത്രത്തോളം ഉണ്ടാവണം എന്ന് നിർണ്ണയിക്കുന്നതിനകത്തൊരു പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്ന ഭാഗമെന്ന് പറയുന്നത് നമ്മുടെ ഹെറിഡിറ്ററി ആണ്. ഓക്കെ, ഇനി അടുത്താണ് ഇത് യൂണിവേഴ്സൽ ഇൻ നേച്ചർ. അതായത് നമുക്ക് 5 ഫാക്ടറുണ്ട്. ഈ 5 ഫാക്ടർ എന്ന് പറയുന്നത് അത് ഏതെങ്കിലും രാജ്യത്തിനുള്ളിൽ നിൽക്കുന്ന ആളുകൾക്ക് മാത്രമുള്ളതല്ല, ഈ ലോകത്തുള്ള ഏതൊരു മനുഷ്യനിലും ഈ 5 ഫാക്ടേഴ്സ് നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കുന്നുണ്ട്. ഓക്കെ, ഇത്രയുമാണ് ഇതിൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇതിനകത്തുള്ള 5 ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തെയാണ് എക്സ്ട്രോവേർഷൻ എന്ന് പറയുന്നത്. എക്സ്ട്രോവേർഷൻ എന്ന് പറയുന്നത് ഇത് അളക്കുന്നത് എന്താണ്?
ഈ എക്സ്ട്രാവേഷൻ വഴി എന്താണ് നമ്മൾ അളക്കുന്നത്? ദ ക്വാളിറ്റി ആൻഡ് ഇൻറ്റൻസിറ്റി ഓഫ് ഇൻ്റർപേഴ്സണൽ ഇൻട്രാക്ഷൻ. ഒരു ഇൻ്റർപേഴ്സണൽ ഇൻട്രാക്ഷൻ്റെ ക്വാളിറ്റിയും ഇൻറ്റൻസിറ്റിയുമാണ് നമ്മൾ എക്സ്ട്രാവേഷൻ എന്ന ഡയമെൻഷനിലൂടെ അളക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് നമുക്കൊരു ഹൈ സ്കോറാണ് ലഭിക്കുന്നതെങ്കിൽ അങ്ങനെയുള്ള ആളുകൾക്ക് ഏതൊക്കെ ക്യാരക്ടർ കാണും? ഒന്ന്, അയാൾ സോഷ്യബിൾ ആയിരിക്കും, ആക്റ്റീവ് ആയിരിക്കും, ടോക്കറ്റീവ് ആയിരിക്കും, പേഴ്സൺ ഓറിയൻറ്റഡ് ആണ്, ഒപ്റ്റിമിസ്റ്റിക് ആണ്, പിന്നെ ഫൺ ലവിങ് ആണ്, അഫക്ഷനേറ്റ് ആണ്. ഇനി ഈ എക്സ്ട്രാവേഷനകത്ത് തന്നെ ലോ സ്കോറാണ് ലഭിക്കുന്നതെങ്കിലോ അയാൾ റിസർവ്ഡ് ആയിരിക്കും, സോബറാണ്, അലൂഫാണ്, ടാസ്ക് ഓറിയൻറ്റഡ് ആണ്, റിട്ടേണിങ് ആൻഡ് ക്വിറ്റ് ആയിരിക്കും. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ഡയമെൻഷൻ നോക്കാം. ന്യൂറോട്ടിസമാണ് അടുത്ത ഡയമെൻഷൻ എന്ന് പറയുന്നത്. ന്യൂറോട്ടിസം അസസ് ചെയ്യുന്നത് എന്താണ്? ഇമോഷണൽ സ്റ്റെബിലിറ്റി ആൻഡ് ഇമോഷണൽ ഇൻസ്റ്റെബിലിറ്റി. ഓക്കെ, ഇപ്പോൾ നമുക്കൊരു ന്യൂറോട്ടിസത്തിനകത്ത് ഹൈ സ്കോറാണ് ലഭിക്കുന്നതെങ്കിൽ അപ്പോൾ അയാൾക്ക് എന്താണ്? അയാൾക്ക് ഇമോഷണൽ ഇൻസ്റ്റെബിലിറ്റി ഉണ്ടാവാനായിട്ടുള്ള ചാൻസ് കൂടുതലാണ്. അപ്പം അങ്ങനെയുള്ള ആളുകൾ എങ്ങനെയായിരിക്കും? ബീയിങ് മൂഡി ആയിരിക്കും, ഇറിറ്റബിൾ ആണ്, നെർവസ് ആയിരിക്കും, ഇൻസെക്യൂർ ആണ്, ഹൈപ്പോകോൺട്രിയാക്കലാണ്. ഓക്കെ, ഇനി ന്യൂറോട്ടിസത്തിൽ ലോ സ്കോറാണ് ലഭിക്കുന്നതെങ്കിലോ അയാൾ കാം ആയിരിക്കും, റിലാക്സ്ഡ് ആണ്, അൺഇമോഷണൽ ആണ്, അല്ലെങ്കിൽ ഹാർഡി ആണ്, സെൽഫ് സാറ്റിസ്ഫൈഡ് ആണ്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ഡയമെൻഷനിലേക്ക് പോകാം. അടുത്ത ഡയമെൻഷനാണ് കൺസൈൻറ്റീനിയസ് എന്ന് പറയുന്നത്. ഇത് അസസ് ചെയ്യുന്നത് എ പേഴ്സൺസ് ഡിഗ്രി ഓഫ് ഓർഗനൈസേഷൻ, പെർസിസ്റ്റൻറ്റ് ആൻഡ് മോട്ടിവേഷൻ ഇൻ ഗോൾ ഡയറക്റ്റഡ് ബിഹേവിയർ, ഇമ്പൾസ് കൺട്രോൾ ബിഹേവിയർ. അതായത് ഒരാളുടെ ഒരു ഗോള് അച്ചീവ് ചെയ്യാനുള്ള അയാളുടെ ആ ഒരു മോട്ടിവേഷനും ആ ഒരു മോട്ടിവേഷൻ്റെ എത്ര കാലത്തോളം പെർസിസ്റ്റൻ്റായിട്ട് നിലനിൽക്കുമെന്നുള്ളതാണ് നമ്മൾ എന്തിലൂടെ നോക്കുന്നത്? ഈ ഒരു കൺസെൻറ്റേനിയസിനകത്തൂടെ നമ്മൾ നോക്കുന്നത്. അപ്പം ഇതിനകത്ത് നമുക്ക് ഹൈ സ്കോറാണ് ലഭിക്കുന്നതെങ്കിൽ അയാളെ നമുക്ക് എന്താണ് ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ആളാണ്, ഓർഗനൈസ്ഡ് ആണ്, അയാൾ വളരെ ഹാർഡ് വർക്കിംഗ് ആണ്, റെസ്പോൺസിബിൾ ആണ്, റിലയബിൾ ആണ്. ഓക്കെ, ഇനി അതിനകത്ത് ഈ കൺസെൻറ്റീനിയസിനകത്ത് നമുക്ക് ലോ സ്കോറാണ് ലഭിക്കുന്നെങ്കിലോ നമുക്ക് അയാളെ അൺഡിപ്പെൻഡബിൾ ആണ്, ഡിസോർഗനൈസ്ഡ് ആണ്, അൺറിലയബിൾ ആണ്, ഇമ്പൾസീവ് ആണ്, ഇറസ്പോൺസിബിൾ ആണ്, ലേസി ആണ്, നെഗ്ലിജൻ്റ് ആണ്. ഓക്കെ, ഇനി അടുത്ത ഡയമെൻഷനാണ് എഗ്രിയബിൾനെസ് എന്ന് പറയുന്നത്. ഈ എഗ്രിയബിൾനെസ് അസസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ എ പേഴ്സൺസ് ക്വാളിറ്റി ഓഫ് ഇൻ്റർപേഴ്സണൽ ഓറിയൻറ്റേഷൻ. ഓക്കെ, ആ ഇൻ്റർപേഴ്സണൽ ഓറിയൻറ്റേഷൻ്റെ ക്വാളിറ്റിയാണ് നമ്മൾ എന്തിലൂടെ? എഗ്രിയബിൾനെസ് എന്ന ഡയമെൻഷനിലൂടെ അളക്കുന്നത്. ഇപ്പോൾ നമുക്ക് അതിനകത്ത് ഹൈ സ്കോറാണ് ഒരാൾക്ക് ലഭിക്കുന്നെങ്കിൽ അയാൾ വളരെ സോഫ്റ്റ് ഹാർട്ടഡ് ആയിരിക്കും, ഗുഡ് നേച്ചർ ആയിരിക്കും, ട്രസ്റ്റഡ് ആണ്, ഹെൽപ്ഫുള്ളാണ്, സ്ട്രെയിറ്റ് ഫോർവേഡ് ആണ്, ആൻഡ് ഫോർഗീവിങ്ങും ആണ്. ഇനി ഇതിനകത്ത് ലോ സ്കോറാണ് ലഭിക്കുന്നതെങ്കിലോ അയാൾ സസ്പീഷ്യസ് ആണ്, അൺകോർപ്പറേറ്റീവ് ആണ്, വേഗ്ഫുള്ളാണ്, ഇറിറ്റബിൾ ആണ്, മാനിപ്പുലേറ്റീവും ആണ്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ഡയമെൻഷൻ, ലാസ്റ്റ് ഡയമെൻഷനാണ് ഓപ്പൺനെസ് എന്നാണ് ആ ഡയമെൻഷൻ്റെ പേര്. അപ്പോൾ ഈ ഓപ്പൺനെസ് ആണെങ്കിൽ എന്താണ് നമ്മൾ ചെയ്യുന്നത്? എ പേഴ്സൺ റിസെപ്റ്റീവ്നെസ് ടു നോവൽ എക്സ്പീരിയൻസ് ആൻഡ് ഇൻ്റലക്ച്വൽ ക്യൂരിയോസിറ്റി. ഇതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഓപ്പൺനെസ് എന്ന ഡയമെൻഷനിലൂടെ അളക്കുന്നത്. ഇപ്പം ഹൈ സ്കോറാണ് ഒരാൾക്ക് ഓപ്പൺനെസ്സിനകത്ത് ലഭിക്കുന്നതെങ്കിൽ അയാൾ എങ്ങനെയുള്ള ആളായിരിക്കും? ഇമാജിനേറ്റീവ്, ക്യൂരിയസ് ആൻഡ് ഓപ്പൺ മൈൻഡഡ് ആണ്. അതുപോലെ തന്നെ എംബ്രേസ് നോവൽറ്റി ആൻഡ് എൻജോയിങ് എക്സ്പ്ലോറിങ് ന്യൂ ഐഡിയാസ് ആൻഡ് എക്സ്പീരിയൻസസ്. ഓക്കെ, ഇനി ഇതേ ആൾക്ക് അല്ലെങ്കിൽ വേറൊരാൾക്ക് ലോ സ്കോറാണ് ലഭിക്കുന്നതെങ്കിൽ അയാളുടെ ക്യാരക്ടർ എങ്ങനെയായിരിക്കും? പ്രിഫർ റൊട്ടീൻ, പ്രാക്ടിക്കാലിറ്റി ആൻഡ് അൺഫെമിലിയാരിറ്റി, ലെസ് സ്പോണ്ടേനിയസ് ആൻഡ് ഇമാജിനേറ്റീവ്. അപ്പോൾ ഇങ്ങനെയായിരിക്കും അയാളുടെ ഓപ്പൺനെസ്സിനകത്ത് ലോ സ്കോർ കിട്ടുന്ന ഒരാളുടെ ക്യാരക്ടർ എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ഈ ഒരു 5 ഡയമെൻഷനുകളെ എളുപ്പത്തിൽ ഓർത്ത് വെക്കാനായിട്ട് ഓഷൻ എന്ന് ഓർത്താൽ മതി. O ഫോർ ഓപ്പൺനെസ്, C ഫോർ കൺസെൻറ്റേനിയസ്, E ഫോർ എക്സ്ട്രാവേഷൻ, A ഫോർ എഗ്രിയബിൾനെസ്, N ഫോർ ന്യൂറോട്ടിസം. ഇതാണ് ഓഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഈ ബിഗ് 5 ഫാക്ടേഴ്സ് മെഷർ ചെയ്യാനായിട്ട് പലതരത്തിലുള്ള ടൂൾസുകൾ അവൈലബിൾ ആണ്. അതേതൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തെ ടൂളാണ് ബിഗ് 5 പേഴ്സണാലിറ്റി ടെസ്റ്റ്.
IP എന്നാണ് ഇതിനെ പറയുന്നത്. ഇത് ഡെവലപ്പ് ചെയ്ത ആരാണ്? ലെവിസാർ ഗോൾബർഗ് ആണ് ഇത് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. ഇതെന്ന് പറയുന്നത് ഇത് മെഷർ ചെയ്യുന്നത് ഇപ്പം ബിഗ് 5 ഫാക്ടേഴ്സിനകത്തുള്ള ഈ 5 കാര്യങ്ങളെയും ഇത് മെഷർ ചെയ്യുന്നുണ്ട്. അടുത്ത ടൂളാണ് ബിഗ് 5 ഇൻവെൻ്ററി എന്ന് പറയുന്നത്. ഇത് ഡെവലപ്പ് ചെയ്ത് ഒലിവർ ജോൺ എന്ന് പറയുന്ന ആളാണ് ഇത് ഡെവലപ്പ് ചെയ്ത് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് 44 ഐറ്റംസാണ് ഉള്ളത്. ഇത് ലിക്കർ സ്കെയിലായിട്ട് 5 പോയിൻറ്റ് ലിക്കർ സ്കെയിലായിട്ടാണ് ഇതിനകത്ത് ചോദ്യങ്ങളൊക്കെ വരുന്നത്. ഇതിനകത്ത് മെഷർ ചെയ്യുന്നത് എക്സ്ട്രാവേർഷൻ ഉണ്ട്, എഗ്രിയബിൾനെസ്, കൺസെൻറ്റീനിയസ്, ന്യൂറോട്ടിസം ആൻഡ് ഓപ്പൺനെസ്, ഇങ്ങനെയുള്ള 5 ഫാക്ടേഴ്സും ഇതിനകത്ത് മെഷർ ചെയ്യുന്നുണ്ട്. ഇനി അടുത്താണ് NEO 5 ഫാക്ടർ ഇൻവെൻ്ററി. ഇപ്പോൾ NEO എന്ന് പറയുമ്പം ന്യൂറോട്ടിസം, എക്സ്ട്രാവേർഷൻ, ഓപ്പൺനെസ് ആണ് ഈ NEO എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് ഡെവലപ്പ് ചെയ്തത് പോൾ കോസ്റ്റ ആൻഡ് റോബർട്ട് മക്രൈൻ ആണ് ഇത് ഡെവലപ്പ് ചെയ്തത്. ഇത് വളരെയധികം നമ്മൾ പേഴ്സണാലിറ്റി ടെസ്റ്റിന് വേണ്ടി ഉപയോഗിക്കുന്ന NEO-PIR എന്ന് പറയുന്ന ഒരു ടെസ്റ്റാണ്. അതൊക്കെ വളരെയധികം നമ്മൾ ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ്. ഇതിനകത്ത് നമ്മുടെ 5 ഫാക്ടറിനകത്തുള്ള 5 ഡയമെൻഷനകത്തുള്ള 5 ഡയമെൻഷൻസ് നമ്മൾ മെഷർ ചെയ്യുന്നുണ്ട്. ഇനി അടുത്താണ് ലാസ്റ്റത്തെ ടെസ്റ്റാണ് ലീവ് ഗോൾബർഗിൻ്റെ തന്നെ ഒരു 100 ട്രേറ്റ് ഡിസ്ക്രിപ്റ്റീവ് അഡ്ജക്റ്റീവ് എന്ന് പറയുന്ന ഒരു ടെസ്റ്റുണ്ട്. ഇതും ഗോൾബർഗാണ് ഡെവലപ്പ് ചെയ്ത് 1992 1992 ഡെവലപ്പ് ചെയ്ത് വരുന്നത്. അതിനുശേഷം ഇതിനകത്ത് ഗെറാർഡ് സൂഷ്യർ എന്ന് പറയുന്ന ആൾ 40 എണ്ണമായിട്ട് ചുരുക്കിയിട്ടുണ്ട്. ഇതിനെ നമ്മൾ 5 മിനി മാർക്കേഴ്സ് എന്നാണ് പറയുന്നത്. ഇത് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സ്കെയിലാണ്. അപ്പോൾ ഇത്രയുമാണ് നമ്മൾ ബിഗ് 5 ഫാക്ടേഴ്സ് അളക്കാനായിട്ട് ഉപയോഗിക്കുന്ന സ്കെയിലുകൾ. ഇത് നമ്മുടെ ഇഗ്നോയുടെ ടെക്സ്റ്റിനകത്ത് പഠിക്കാനുള്ള കാര്യങ്ങളാണ്. ഇനി ഈ ബിഗ് 5 ഫാക്ടേഴ്സ് ഡെവലപ്പ് ചെയ്തതിനകത്ത് കുറേയധികം ആളുകളുടെ കോൺട്രിബ്യൂഷൻ ഉണ്ട്. അതൊക്കെ ആരൊക്കെയാണെന്ന് നോക്കാം. ഒന്നാണ് എർണസ്റ്റ് ട്യൂംബസ് ആൻഡ് റേമൺ ക്രിസ്റ്റൽ എന്ന് പറയുന്ന ആൾ. ഇവർ 2 പേരാണ്. അവരെന്താ ചെയ്യുന്നത് വെച്ചാൽ പേഴ്സണാലിറ്റി ട്രേറ്റ് ആയിട്ടുള്ള എക്സ്ട്രാവേർഷനും ന്യൂറോട്ടിസം ഐഡൻറ്റിഫൈ ചെയ്ത് ഇവർ 2 പേരും കൂടിയാണ്. ഇവരുടെ വർക്കാണ് ആദ്യമേ തന്നെ പേഴ്സണാലിറ്റി ഡയമെൻഷനെ സംബന്ധിച്ചുള്ള ഒരു എക്സ്പ്ലോറേഷൻ നടക്കുന്നത്. അടുത്ത 2 ആളുകളാണ് പോൾ കോസ്റ്റയും റോബർട്ട് മക്രൈനും. ഇവർ എന്താ ചെയ്തതെന്ന് പറഞ്ഞാൽ ഈ ഒരു ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഓൾറെഡി ഡെവലപ്ഡ് ആയിട്ടുള്ള ആ മോഡലിനെ വീണ്ടും ഡെവലപ്പ് ചെയ്തു. അവർ ഓപ്പൺനെസ്സും എന്ന് പറയുന്ന ഒരു ഡയമെൻഷനും കൂടെ ഈ എക്സ്ട്രാവേർഷനകത്തും ന്യൂറോട്ടിസത്തിനകത്തും കൂടെ ആഡ് ചെയ്തു. അങ്ങനെ 3 ഇതായിട്ട് അവരതിനെ മാറ്റി തീർത്തു. അതിനുശേഷം പിന്നീട് എഗ്രിയബിൾനെസ് എന്ന് പറയുന്ന ഫാക്ടറും കൺസെൻറ്റീനിയസ് എന്ന് പറഞ്ഞ ഫാക്ടറും കൂടെ കണ്ടുപിടിച്ച് 5 ബിഗ് 5 ഫാക്ടേഴ്സ് അങ്ങനെ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ആദ്യം ഇവർ ഉണ്ടാക്കിയ ഇൻവെൻ്ററി NEO എന്നുള്ള പേഴ്സണാലിറ്റി ഇൻവെൻ്ററി എന്നാണ്. അതിനുശേഷമാണ് PI എന്നും കൂടെ ആക്കി തീർക്കുന്നത്. ഓക്കെ, പിന്നെ അടുത്ത ലാസ്റ്റത്തെ കോൺട്രിബ്യൂഷനാണ് ഗോൾബർഗിൻ്റെ. അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒരു ബിഗ് 5 ഫാക്ടർ മാർക്കേഴ്സ് എന്ന് പറയുന്ന ഒരു ഇൻവെൻ്ററി അല്ലെങ്കിൽ ഒരു ടൂള് കണ്ടുപിടിക്കുകയുണ്ടായിട്ടുണ്ട്. അത് കണ്ടുപിടിച്ച 1992 ഇപ്പോൾ നമ്മൾ ഓൾറെഡി തന്നെ നമ്മളത് ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ഗോൾബർഗിൻ്റെ കാര്യം. അപ്പം ഇത്രയും ആളുകളാണ് ഈ ഒരു 5 ഡയമെൻഷൻ അല്ലെങ്കിൽ ബിഗ് 5 ഫാക്ടേഴ്സിൻ്റെ ഡെവലപ്മെൻറ്റിനകത്ത് കോൺട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്. ഇത്രയും പോയിൻറ്റുകളാണ് നമുക്ക് ഇഗ്നോയുടെ ടെക്സ്റ്റിനകത്ത് പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം പറഞ്ഞ കാര്യങ്ങളൊക്കെ ഏകദേശം എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. ഓക്കെ.